നമുക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. പറയുമ്പോ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു കളയും. സിയാറത്തിന്റെ രീതികൾ അല്ലാതെ സിയാറത്തിന്റെ രീതികളെ മാറ്റിമറിച്ചിട്ട് മറ്റു രീതികളിലേക്ക് മനസ്സിലെത്തിപ്പെടുകയാണ്. മനസ്സിലായില്ലേ? അള്ളാഹു ഉമ്മത്തിന് ബുദ്ധിയും വിവേകവും അള്ളാഹു കൊടുക്കട്ടെ. നമ്മൾ സിയാറത്തിനെ എതിർക്കുന്നില്ല, എതിർക്കാൻ പറ്റില്ലല്ലോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യത്തിന് നമുക്ക് എങ്ങനെ എതിർക്കാൻ പറ്റും? കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു സമയത്ത് സിയാറത്ത് ഖബർ സിയാറത്തിനെ എതിർത്തിരുന്നു, നിങ്ങൾ സിയാറത്ത് ചെയ്യുവിൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ. ആഖിറത്തെ കുറിച്ച് നിനക്കൊരു ചിന്തയുണ്ടാകും. ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് ഖബർ സിയാറത്ത് എന്ന ആരാബിവേ ഇല്ല. ആരത്ത് പറയാനിത്? ഈ സമൂഹത്തിലൂടെ അത് അങ്ങനെ പറഞ്ഞു പോയാൽ ഉടനെ ആള് വേറെ ഗ്രൂപ്പ്, ഇയാള് വേറെ ഗ്രൂപ്പ്, ഇതിനെതിർത്ത് അങ്ങനെ പറഞ്ഞു കളയും സംഭവം. എന്നിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് വെള്ളം എണ്ണ ഒഴിച്ചു കൊടുക്കല്, അത് നക്കി കുടിക്കല്, നക്കി തുടക്കല്. ഇതെന്ത് സംസ്കാരം? ഇത് ആര് പഠിപ്പിച്ച സംസ്കാരം ഹബീബ? ഇതൊക്കെ ഹബീബുനാ റസൂൽ തങ്ങളെ പഠിപ്പിച്ച ഒരു സംസ്കാരമാണ് ഇത്. നമ്മളിതൊക്കെ കുടിക്കുന്ന അവിടെ പോയിട്ട് അതിനുവേണ്ടി പ്രത്യേക ആള്. പിന്നെ ഒരു ചൂല് വെച്ച് തലയ്ക്ക് അടിക്കുക, ഇങ്ങനെ അടിച്ച് മണ്ടല്ലോ, അതിനൊക്കെ കുനിഞ്ഞു നിന്ന് കൊടുക്കോ, അടിച്ചേരെ തല മണ്ടയ്ക്ക് കൊടുവാള് വെച്ച് അടിക്കണം അവന്റെ തലയ്ക്ക്. ഇത് ആര് പഠിപ്പിച്ച സംസ്കാരമാണ്? ഏതെങ്കിലും ഇസ്ലാമിക ശരീഅത്തിൽ ഏതെങ്കിലും മഹാന്മാരായ പണ്ഡിതന്മാര് സ്വാലിഹീങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇതൊക്കെ സിയാറത്ത് ചെയ്യുവൻ, അതിനെ എതിർക്കുന്നതിനെ ഒരിക്കലും എതിർക്കാൻ പറ്റൂല ഉള്ളത്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്ത എന്താ ഹബീബേ? അതാ നമ്മൾ ചോദിക്കാം. ജസ്റ്റ് 5 മിനിറ്റ്, നിങ്ങൾ കൂടുതലൊന്നും വേണ്ട, 5 മണിക്കൂർ നിങ്ങൾ ചിന്തിക്കണ്ട. നമസ്കാരം കഴിഞ്ഞ് ജുമുഅ കഴിഞ്ഞ് നിങ്ങൾ ഖബറുകളിലേക്ക് പോകുവിൻ. ജസ്റ്റ് ആ സൈഡിൽ നിന്നിട്ട് ചിന്തിക്കും. നബി തങ്ങൾ അങ്ങനെയായിരുന്നു ജന്നത്തുൽ ബഖീയിൽ പോയിട്ട് ചിന്തിച്ചത്. നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിക്കും. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഒരു വട്ടം തിരി മേടിച്ചോണ്ട് പോലെ കബറി കുത്തിവെക്കാൻ, ആരുടെ മണ്ടയ്ക്ക് കുത്തിവെക്കാനത്? ഈ ചാണാത്തിരി കൊണ്ട് കുത്തിവെക്കല്ലേ എന്ന് പറഞ്ഞാലും കേൾക്കൂല. അങ്ങനെ നമ്മളൊരു പാരമ്പര്യമായിട്ട് നമ്മളത് ശീലിച്ചു പോയി. ഇത് ചെയ്തില്ലെങ്കിൽ തെറ്റാന്നെങ്ങാണ് ഉസ്താദ് പറഞ്ഞ മൊയ്ലിയാർ വേറെ ആളായി. നമുക്കതിൽ പ്രശ്നമൊന്നുമില്ല, ഉള്ളത് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യവും ആയസും ഓരോ പള്ളിയിൽ ദിവസവും നിശ്ചയിച്ച സമയം അവരെ പറഞ്ഞു കൊടുക്കുക. സ്വീകരിക്കുന്നവൻ സ്വീകരിക്കട്ടെ, എതിർക്കുന്നവൻ എതിർക്കട്ടെ. ഈ ദുനിയാവിൽ എതിർപ്പുണ്ടെങ്കിൽ റാഹത്ത് ഉണ്ടാവുള്ളൂ. എതിർക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഉമ്മത്തിന്റെ സ്വലാഹിയത്ത് നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പറയണം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഞാനതേ പറയുന്നുള്ളൂ. എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി.